ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബദാമും ഈത്തപ്പഴം പാലും മിൽക്ക് മെയ്ഡും വെച്ചിട്ട് നല്ലൊരു മിൽക്ക് ഷേക്ക് ആട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇതിൽ മധുരവും പഞ്ചസാരയും ഒന്നും ഇടുന്നില്ല കേട്ടോ. ഈ ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ അത് നല്ല മധുരം ഉണ്ടാവും. പിന്നെ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോഴേ ഒരു 9 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു 100 ഗ്രാം ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. തൊലിയല്ല, അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കാം. ഈത്തപ്പഴം അത്യാവശ്യം ഇടണം. നമുക്ക് ഇതേറ്റൊരു 4 ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. 1 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇതൊക്കെ ഒന്ന് നമ്മളതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടൊന്നേ റെഡിയാക്കി വെക്കാം. ബദാം പരിപ്പും തന്നെ നമുക്കൊന്ന് ഒരു 100 കണക്ക് നോക്കിയിട്ടില്ല, ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 9 ഈത്തപ്പഴത്തേക്ക് ഇത്ര ബദാം പരിപ്പാട്ടത്തിൻ്റെ ഒരു കണക്ക്. 1 ഗ്ലാസ് പാല്, പിന്നെ ലേശം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. ഇനി മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും. പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു ഹെൽത്തിയായൊരു ഷേക്കാണ്. ആർക്കും കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈത്തപ്പഴത്തിൻ്റെയും ബദാം പരിപ്പിൻ്റെയും ഗുണമൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഈത്തപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ബദാം പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയോ. കുട്ടികളൊക്കെ സ്കൂളിൽ തരുമ്പോൾ ഓരോ ക്ലാസ് കൊടുക്കണം. നല്ല കേട്ടോ, ക്ഷീണത്തിനും എല്ലാറ്റിനും നല്ല. അങ്ങനെ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞങ്ങാണ്ട് എടുക്കാം കേട്ടോ. എല്ലാറ്റിനെയും കുരു കളയാം. ഗേസ് നമുക്കിതേ കുറച്ച് വെള്ളത്തിലിട്ടേ ആദ്യമൊക്കെ ഒന്ന് കഴുകി, ഇതുപോലെ പൂപ്പലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കഴുകിയിട്ടേ നമുക്കൊന്ന് വാർത്തെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചാൽ. എന്നാൽ ഈ ബദാം പരിപ്പിൻ്റെ തോലെടുക്കാൻ നമുക്ക് ഈത്തപ്പഴം പെട്ടെന്ന് അടിഞ്ഞു കിട്ടും കേട്ടോ. ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിൽ അടിച്ചാണെങ്കിൽ. അല്ലെങ്കിൽ കുറേ നേരം വെള്ളം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ചാൽ മതി. ഈ വെള്ളം കളയായിരുന്നു നമ്മൾ കേട്ടോ. ഈ വെള്ളത്തിൽ തന്നെ അടിച്ചാൽ മതി. അങ്ങനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ തണുത്തിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഈത്തപ്പഴമാണെങ്കിലും എളുപ്പം അടിഞ്ഞും കിട്ടും. നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താലോ.
അങ്ങനെ ഗെയ്സ് ഒന്ന് തിളച്ചിട്ടേ നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ബദാം പരിപ്പിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാലിന് കുറച്ച് പാൽ ഒഴിച്ച് വെച്ചിട്ടേ ഈത്തപ്പഴം ബദാം പരിപ്പും കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കട്ടെ. ആദ്യം ഞങ്ങൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അടിച്ചാൽ മതി. അപ്പോൾ നല്ലോണം അടി, പിന്നെ ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് വെക്കണം. നല്ല സ്മൂത്തി ആയിട്ട് അടിച്ച് വെക്കണം. നല്ലോണം നമ്മൾ വേവിച്ചതുകൊണ്ട് ഈത്തപ്പഴം തന്നെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചതുകൊണ്ട് കുറേ സമയം പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. കുറേ സമയം ഒരു മണിക്കൂറൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ നല്ലോണം കുതിർന്ന് വരും. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി തിളച്ചത്. ആ തിളപ്പിച്ച വെള്ളം കളയരുതേ, ആ വെള്ളത്തിൽ തന്നെ അത് അടിച്ചാൽ മതി. അങ്ങനെ ഇത് കുറച്ചുകൂടി ബാക്കി പാലൂടി ഒഴിച്ചിട്ടേ ആദ്യം കുറച്ച് പാലൊഴിച്ചാണ് അടിച്ചാൽ മതി. അപ്പോൾ നന്നായി അടിഞ്ഞു കിട്ടും. ഇനി കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ മതി. വളരെ ടേസ്റ്റിയായ ഷെയ്ക്കാട്ടത്. നല്ല ഹെൽത്തിയാണ്. നല്ല സാധനം ബദാം പരിപ്പും ഈത്തപ്പഴമൊക്കെ അല്ലേ നമ്മൾ ചേർക്കുന്നത്. പാല് പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, വേണ്ടതിന് മാത്രം ചേർക്കണം. അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാക്കാം. മധുരം പറ്റാത്തവരാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ആവശ്യം. ഈ ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിലിട്ട് ഉപയോഗിക്കും. അപ്പോൾ തണുപ്പ് കാലമാകുമ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഈ തണുപ്പ് വേണ്ടവർക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അധികം മധുരം ഏറിക്കണ്ട. ഇതിക്ക് 4 ഗ്ലാസ് ഷെയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിക്ക് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ അടിയിൽ ഫ്രിഡ്ജ് വെച്ചിട്ടേ തണുത്തതുകൊണ്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ. അതിക്ക് കട്ടി അയക്കണം. അതും കൂടി ഒന്ന് അടിച്ചിട്ട് നമുക്കെടുക്കാം. ഇത്ര പണിയുള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതും കൂടി ഒന്ന് അടിച്ചാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായ നമ്മളെ ബദാം ഈത്തപ്പഴം മിൽക്ക് ഷേക്ക് അടിപൊളിയായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ഇത് കഴിച്ച് നോക്കിയാലുള്ള അറിയാം. കുട്ടികൾക്കൊക്കെ ഉച്ചരിയുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാനും നല്ലതാണ്. എല്ലാവർക്കും പറ്റും കേട്ടോ. നല്ല ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചിട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നല്ലൊരു മിൽക്ക് ഷേക്ക് കേട്ടോ ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. നിങ്ങൾക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കിട്ടുന്നത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് 4 ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഈത്തപ്പഴം ബദാം പരിപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പാലും 1 ഗ്ലാസ് പാലുണ്ടും ഉണ്ടാക്കിയാൽ 4 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ആ ഈത്തപ്പഴം ബദാം പരിപ്പും വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.